ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് റാഗിപ്പൊടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പോളം റാഗിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു പിടി ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചോറുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചോറിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര, 1/4 ടീസ്പൂണോളം ഉപ്പ്, 1/4 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ലൂസായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് 2-3 മണിക്കൂർ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നിങ്ങളെ സമയത്തിനനുസരിച്ചിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണാക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്തത് ഇതുപോലെ നിറയെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അപ്പം നിറയെ ബബിൾസ് വന്നിട്ടുണ്ട്. നന്നായിട്ട് മുകൾ ഭാഗമൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു 5-6 സെക്കൻഡ് മാത്രം അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ദോശക്കല്ലിൽ മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് സമയമൊന്നും ആവില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് ഇതുപോലെ തന്നെ ചുട്ടിട്ടെടുക്കാം. ഇപ്പം നമ്മൾ ബാക്കിയുള്ള എല്ലാ അപ്പവും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ. താങ്ക് യു.